വളരെ ചെറിയ വൈദ്യുത പ്രവാഹങ്ങൾ പോലും കൃത്യമായി അളക്കാനും കണ്ടെത്താനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഒരു കോയിലിലൂടെ കറന്റ് കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും രൂപപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് സിമിലർ ആണ്. അതുകൊണ്ട് നമുക്ക് കറന്റ് ക്യാരിയിങ് കോയിൽ ഒരു ബാർ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ കറന്റ് ഫ്ലോ ചെയ്യുന്ന കോയിലിനെ മാഗ്നറ്റിന്റെ രണ്ട് പോളുകൾക്കിടയിൽ പ്ലേസ് ചെയ്യുമ്പോൾ കോയിലിന്റെ നോർത്ത് പോൾ റൈറ്റ് സൈഡിലേക്കും അതുപോലെ സൗത്ത് പോൾ ലെഫ്റ്റ് സൈഡിലേക്കും അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഇത് കോയിലിനെ ഒരു ടോർക്ക് അഥവാ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നൽകുന്നു. ശേഷം കോയിലുമായി ഒരു നീഡിൽ കണക്ട് ചെയ്യുകയും ആ നീഡിലിനെ ഒരു സ്കെയിലുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ കറന്റ് കൊടുക്കുന്നതിനനുസരിച്ച് കോയിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുകയും ഇത് സ്കെയിലിലൂടെ നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കാനും ഇടയാക്കുന്നു. ഒരു ഗാൽവനോമീറ്റർ കുറഞ്ഞ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിഫ്ലക്ഷനും കൂടിയ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് വലിയ ഡിഫ്ലക്ഷനുമാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു നിശ്ചിത റീഡിംഗ് കാണിക്കുന്നതിന് പകരം നീഡിൽ അതിന്റെ കറക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ കോയിലിനെ രണ്ട് സ്പ്രിങ്ങുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് കോയിൽ ചെയ്യപ്പെടുകയും കോയിലിന്റെ കറക്കത്തിനെതിരെ ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് അഥവാ കൗണ്ടർ ടോർക്ക് നൽകുകയും ചെയ്യുന്നു. കോയിലിനുണ്ടാവുന്ന ഈ ഡിഫ്ലക്ഷൻ നമ്മൾ കൊടുക്കുന്ന കറന്റിനെ പ്രപ്പോർഷണൽ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് നൽകുന്ന ടോർക്കും കൗണ്ടർ ടോർക്കും ഈക്വൽ ആവുന്ന സമയത്ത് ഒരു പ്രത്യേക പോയിന്റിൽ നീഡിൽ നിൽക്കുകയും ഇത് കോയിലിൽ കൊടുക്കുന്ന കറന്റിന്റെ റീഡിംഗ് ആയി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. കൗണ്ടർ ടോർക്ക് സ്പ്രിംഗ് ട്വിസ്റ്റ് ചെയ്യുന്ന ആംഗിളിനനുസരിച്ച് കൂടുന്നതിനാൽ, അതായത് പ്രപ്പോർഷണൽ ആയതിനാൽ ഒരു കോൺസ്റ്റന്റ് ടൈംസ് ഫൈ എന്നതിന് ഈക്വൽ ആയിരിക്കും. എം ബി സൈൻ തീറ്റ എന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് നൽകുന്ന ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഒരു കറന്റ് ക്യാരിയിങ് കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് NIA എന്നായതിനാൽ ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇവിടെ നമ്പർ ഓഫ് ടേൺസ്, കറന്റ്, ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം കോൺസ്റ്റന്റ് ആയതിനാൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ലഭിക്കുന്നു. തീറ്റ എന്ന ആംഗിൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നതിനാൽ ഡിഫ്ലക്ഷൻ അഥവാ ഫൈ കറന്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കോൺകേവ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നതിലൂടെയും അതുപോലെ കറന്റ് ക്യാരിയിങ് കോയിലിനെ സോഫ്റ്റ് അയൺ കൊണ്ടുണ്ടാക്കിയ സിലിണ്ടറിൽ വൈൻഡ് ചെയ്യുന്നതിലൂടെയും ഇവിടെ നമുക്ക് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കോയിൽ ഏത് ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്താലും തീറ്റ എന്ന ആംഗിൾ ചേഞ്ച് ചെയ്യാതെ എപ്പോഴും 90 ഡിഗ്രി ആയി നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഫൈ പ്രപ്പോർഷണൽ ടു I എന്ന ലീനിയർ റിലേഷൻ ലഭിക്കുന്നു.